എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ വിശ്വസുന്ദരി അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ബ്രദർ മൊമൻറ്റോസ്കെ കുറിച്ച് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ സോറോ അവനാണെങ്കിൽ അങ്ങനെ ഷോക്ക് ആവുകയാണ്. സോറോയുടെ എക്സ്പ്രഷൻ അത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും അവളുടെ ബ്രദറിനെ കുറിച്ച് എന്തൊക്കെയോ സോറോയ്ക്ക് അറിയാമെന്ന്. അവളുടെ മുഖത്തെ എക്സൈറ്റ്മെന്റ് അതങ്ങനെ കൂടി വരികയാണ്. സത്യം പറയും, നിങ്ങൾക്ക് എൻ്റെ ബ്രദറിനെ കുറിച്ച് അറിയാമല്ലേ? നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. നിങ്ങൾ ഈ ഐലാൻഡിൽ പുതിയതല്ലേ, മാത്രമല്ല നിങ്ങളൊരു സാമുറായി ആണ്. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും പറയുന്നു കൊസുക്കി ക്ലാൻ തിരികെ വരുമെന്ന്. അതിൽ ഞാനും വിശ്വസിക്കുന്നു. സോ എൻ്റെ ബ്രദറും ഇസോയും കാഞ്ചറോയും അവരെല്ലാവരും തിരികെ എത്തിയിട്ടുണ്ടോ? ദയവ് ചെയ്ത് എന്നോട് സത്യം പറയണം. പിന്നെ സോറോ ആണെങ്കിൽ അല്പനേരം അങ്ങനെ ചിന്തിച്ചു നിൽക്കും. അത് കാണുമ്പോൾ അവൾക്ക് കുറച്ച് ടെൻഷനാവും. ഇനി ഇൻ കേസ് അവൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒരു തെറ്റായ ആളോടാണോ എന്നുള്ള കൺഫ്യൂഷൻ അതവളെ അലട്ടും. അത് കണ്ട സോറോ ആണെങ്കിൽ അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ ബ്രദറിനെ എനിക്കറിയാം. നിന്റെ ബ്രദറിന്റെ കൂടെയുള്ള കാഞ്ചറോ, റൈസോ, കിൻ അങ്ങനെ എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഇവളുടെ ചേട്ടനാണ് മൊമൻറ്റോസ്കി എങ്കിൽ തീർച്ചയായിട്ടും ഇവളെ കഴിഞ്ഞും കൂടുതൽ പ്രായം അവനുണ്ടാവണം. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു 8 വയസ്സിന്റെ വളർച്ച അത് മാത്രമേ ഉള്ളൂ. ഉടനെ വിശ്വസുന്ദരിക്കാണെങ്കിൽ കാര്യം മനസ്സിലായി. അവൾ 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. വിശ്വസുന്ദരിയുടെയും മൊമൻറ്റോസ്കിയുടെയും അമ്മയ്ക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപയോഗിച്ച് 8 വയസ്സുണ്ടായിരുന്ന അവളുടെ ബ്രദർ മൊമൻറ്റോസ്കയും ബാക്കി ഉണ്ടായിരുന്നവരെയും ടൈം ട്രാവൽ ചെയ്യിപ്പിച്ച് 20 വർഷം അപ്പുറം 20 വർഷത്തിന് ശേഷം കൊണ്ടുവന്നു. പക്ഷെ അവൾക്കാണെങ്കിൽ അന്ന് 6 വയസ്സ്. ഇപ്പൊ അവള് 20 വർഷം ജീവിച്ച് ഇപ്പൊ 26 വയസ്സായി. സോറോയ്ക്കാണെങ്കിൽ ഈ സ്റ്റോറി കേട്ട് ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ പിടികിട്ടുകയാണ്. അവളാണെങ്കിൽ വീണ്ടും അവളുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വളർന്നു വന്നത്. എന്നെ വളർത്തിയത് കവമട്സു ആണ്. കവമട്സു അദ്ദേഹം മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുൻപ് ആ ജയിലിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന അതേ ആ പോയിസൺ ഫിഷ് കഴിച്ച് മുള്ള് അത് പുറത്തേക്ക് തുപ്പുന്ന അതേ ആള് തന്നെ. കാവുമട്സുവിനെ അവൻ ആ ഡ്രൈനേജിലൂടെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ഡ്രസ്സ് എന്നിങ്ങനെ എല്ലാം നൽകി. അവനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതെ പോയിസൺ വെള്ളവും ഫിഷും ഒക്കെ കഴിച്ച് അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി. വിശ്വസുന്ദരിക്കാണെങ്കിൽ ആ ചെറുപ്പം മുതലേ നന്നായിട്ട് അറിയാം അവൻ പട്ടിണിയിലാണ് അവളെ വളർത്തുന്നതെന്ന്. പലതവണ അവൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ പാതി അവൾ അവന് നേരെ വെച്ച് നീട്ടിയിട്ടും അവനതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവളെ വളർത്തുക, അവളെ സംരക്ഷിക്കുക, അത് മാത്രമായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. അതിനുശേഷം 13 വർഷങ്ങൾക്ക് മുൻപ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആക്കപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവൾ അവനെ കണ്ടിട്ടില്ല. ചെയ്ത സോറോ ആണെങ്കിൽ ഈ സ്റ്റോറി എല്ലാം കേട്ട് അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സേഫായി ഇപ്പോൾ ഈ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫയർ ഫെസ്റ്റിവലിന്റെ അന്ന് എല്ലാവരും ചേർന്നൊരു വലിയ യുദ്ധം നടത്തും. അന്ന് ഒറോച്ചിയെയും കൈഡോയും തോൽപ്പിച്ച് ഈ ഐലാൻഡ് തിരികെ പിടിക്കും. അതിനുവേണ്ടി ക്യാറ്റ് കിങ്ങും ഡോ കിങ്ങും അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും ആകാംക്ഷയും ഒക്കെ തന്നെ തോന്നും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഐലാൻഡിലുള്ള ഓരോരുത്തരുടെയും കയ്യിൽ ഇപ്പൊ നോട്ടീസ് എത്തിക്കഴിഞ്ഞു. അതിൽ ഒരുപാട് പേരെ ആ വില്ലന്മാര് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ അതൊന്നും ഓർത്ത് യാതൊരു ടെൻഷനും ഇല്ല. അവനങ്ങനെ ഹായ് ആയിട്ട് ഇപ്പൊ റെസ്റ്റ് ചെയ്യാനായി തുടങ്ങും. ഇവിടെ വിശ്വസുന്ദരിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവളുടെ ബ്രദറിനെയും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും 20 വർഷത്തിന് ശേഷം അവൾ കാണാൻ പോവാണ്. മാത്രമല്ല ഇഡോയുടെയും ഒറോച്ചിയുടെയും ദുർഭരണം അത് അവസാനിക്കാൻ പോവാണ്. അവൾ തിരിഞ്ഞു നോക്കും, നമ്മുടെ സോറോ അവൻ ഉറങ്ങിക്കഴിഞ്ഞു. അവന്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞിപ്പെണ്ണും ചിരിച്ച മുഖത്തോടുകൂടെ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും കൈ ടച്ച് ചെയ്യാതെ അവന്റെ ഹോക്കി പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി റെയിലി മാത്രമല്ല സെന്റമറും ഇതേ പവർ ഉപയോഗിച്ചിരുന്നു. ആ പവർ അതെനിക്കും കൂടെ ലഭിക്കുകയാണെങ്കിൽ ഈസിയായി എന്നെ കൊണ്ട് കൈഡോയെ മലത്തി അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ ലൂഫിയോട് പറയും, ഇവിടെ സാമുറൈസ് ഉപയോഗിക്കുന്നത് മറ്റൊരു പവറാണ്. അതായത് സാമുറൈസ് വേണമെന്ന് വെച്ച് ഫൈറ്റ് ചെയ്ത അവരുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇരുമ്പ് പോലും അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, പവർ ഇല്ലാതെ മനസ്സില്ലാതെ ഫൈറ്റ് ചെയ്ത ഒരു പേപ്പർ പോലും കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോ നമ്മുടെ ഗ്രാൻഡ് പാ ആളാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഓടി അടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലോയെ കാണിക്കും. ലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ഉണ്ടപ്പെണ്ണിനോട് പറയും, നിങ്ങളെ സഹായിക്കാൻ വന്ന ഞങ്ങളെ നീ തള്ളി പറഞ്ഞു. ഒരു കാര്യം നീ മനസ്സിലാക്കണം, വിശ്വാസമില്ലാതെ ആർക്കും പരസ്പരം ഒന്നിച്ചു നിന്ന് ഒന്നും നേടാനാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ലോ ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ രക്ഷിക്കാൻ അങ്ങനെ കടന്നു പോകും.
ഉസോപ്പ് ലോയെ വിളിച്ച് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കടന്നു പോവാണ്. അതിനുശേഷം ഉസോപ്പ് അവനാണെങ്കിൽ ആ ഉണ്ടപ്പണിനോട് ദേഷ്യപ്പെടും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അവനോട് അങ്ങനെ സംസാരിക്കും? ലോയെക്കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ? അതിന് നാമിയാണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പണിനെ സപ്പോർട്ട് ചെയ്യും. ആക്ച്വലി 20 വർഷമായിട്ട് അവരനുഭവിക്കുന്ന ഒരു വേദനയാണിത്. അതിൽ യാതൊന്നും തലകീഴായി സംഭവിക്കാൻ പാടില്ല എന്ന് അവൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞു പോയത്. അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ പുറത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുക. നിങ്ങളാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഭയങ്കരമായിട്ട് തർക്കിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ അത് കേട്ട് ഷോക്കാവും. കാരണം ഇതുവരെ എബിസു വില്ലേജിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദമോ കോൺഫ്ലിക്റ്റോ തർക്കമോ ഒന്നും അവർ ഇതിനു മുൻപ് കേട്ടിട്ടില്ല. അവിടെ എപ്പോഴും എല്ലാവരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പോലും വളരെ ഹാപ്പിയും സന്തോഷവുമായിരുന്നു. ഉടനെ നാമിയും ഉസോപ്പും അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി ഒരു ഗ്രാൻഡ്മയോട് കാര്യം അന്വേഷിക്കും. അതിന് ഗ്രാൻഡ്മ പറയും, ആ കാണുന്ന കുറച്ചു പേര് ഇന്നലെയാണ് ഫ്ലവർ ക്യാപിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അവരിവിടേക്ക് വന്ന് ഞങ്ങളെ എല്ലാവരെയും ഗ്രാൻഡ്മയാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി ആ ഫ്ലവർ ക്യാപിറ്റലുള്ളവര് അവിടെയുള്ളവർ നന്നായിട്ട് വർക്ക് ചെയ്ത് ഒറോച്ചിക്കും കൈഡോയ്ക്കും ആവശ്യമായിട്ടുള്ള കപ്പം അത് കറക്റ്റായിട്ട് കെട്ടണം. മാത്രമല്ല അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അവിടെ ഒരുപാട് പേരാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അതിനിരട്ടിയായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും അവിടെ ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് ചെയ്യുന്ന 3 പേരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന കോന്ത്രം പല്ലൻ ഇവന്റെ പ്രധാന പരിപാടി നൈറ്റ് വീടുകൾ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ കത്തിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുക എന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ ആളെ കാണിക്കും. ആളൊരു കാർപ്പൻ്ററാണ്. ഇതുപോലെ ഇവൻ തീ കൊളുത്തി നശിപ്പിക്കുന്ന വീട് അത് രണ്ടാമത് വീണ്ടും റീബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവനാണ്. അതിന് ധാരാളം ക്യാഷ് ആവശ്യമാണ്. അത്രയും പണമില്ലാത്ത ജനങ്ങൾക്ക് ഒന്നാമനായ ഇവനാണ് അവർക്ക് പണം കൊടുത്ത് അവരെ സഹായിക്കുക. അതിനുശേഷം അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും പലിശ ആ പണത്തിന് മേലെ അവൻ ഈടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 3 പേരും വലിയൊരു സ്കാമാണ് ആ ഒരു ഐലാൻഡിൽ ചെയ്യുന്നത്. ഇവർ ഒഫീഷ്യൽസിന് ഓൾറെഡി പണമൊക്കെ കൊടുത്ത് അവരെ ഇവർക്ക് ഫേവർ ചെയ്യുന്ന വിധത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. മാത്രമല്ല ഇവരെല്ലാവരുടെയും മുൻപിൽ നന്മമരങ്ങളായിട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 3 പേരാണ് ഇപ്പോൾ ഈ ഐലാൻഡിലേക്ക് എത്തി ഇവിടെയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉസോപ്പിനും നാമിക്കുവാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരും. അതിന് ഗ്രാൻഡ്മ പറയും, നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ആ വിശ്വസുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും 8ന്റെ പണി കൊടുത്തു. ഇവരെ 3 പേരെയും ടാർഗറ്റ് ചെയ്ത് പ്രണയം നടിച്ച് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണം അതെല്ലാം അവളെ ലൂട്ട് ചെയ്തെടുത്തു. ആക്ച്വലി വിശ്വസുന്ദരിയെ കൊല്ലാൻ ശ്രമിച്ച ആ 3 വയസ്സന്മാര് ഇവര് 3 പേരുമാണ്. ഇപ്പൊ ഇവർക്ക് 3 പേർക്കും ഇവിടെ അഭയം കൊടുത്തിരിക്കുന്നത് ആ ചിരിക്കുട്ടനാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സോറോയെയും വിശ്വസുന്ദരിയെയും കുഞ്ഞിപ്പെണ്ണിനെയും കാണിക്കും. ഒരു 3 പേരും കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ ഹായിയായി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു ഫൈറ്റ് കാണിക്കും. അവിടെ അപ്പാപ്പനാണെങ്കിൽ അപ്പാപ്പൻ്റെ ഒരു കൈയിലേക്ക് സർവ്വ ഹോക്കി പവറും കൊണ്ടുവരും. ആ ഹോക്കി പവർ ഉപയോഗിച്ച് ഇപ്പോൾ ആടുതലേൻ്റെ നേർക്ക് ആളുടെ കൈ അങ്ങനെ നീട്ടുകയാണ്. ആ കൈയിൽ നിന്ന് അൺലിമിറ്റഡ് പവർ പുറത്തേക്ക് വന്ന് ആളാണെങ്കിൽ അവനെ ടച്ച് ചെയ്യാതെ തന്നെ അവൻ്റെ ബോഡിയിൽ അറ്റാക്ക് വീഴുകയാണ്. ഇതിനാണ് ഇത്രയും നേരവും നമ്മുടെ ലൂഫി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പാപ്പൻ്റെ ഒറ്റ അടിയിൽ ആടുതലയൻ ഗിഫ്റ്റർ ആളുടെ കഥ കഴിഞ്ഞ് അങ്ങനെ താഴെ വീഴും. ചുറ്റുമുണ്ടായിരുന്ന പ്രിസണേഴ്സിന് അതൊരു വലിയ പ്രചോദനവും കോൺഫിഡൻസും ആയിട്ട് മാറും. ക്വീനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ അത്ഭുതത്തോടു കൂടെ അപ്പാപ്പനെ തന്നെ നോക്കും. അപ്പാപ്പനാണെങ്കിൽ അങ്ങനെ സ്റ്റൈലായിട്ട് തിരിഞ്ഞ് ലൂഫിയെ നോക്കും. അതിന് ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, ഗ്രാൻഡ്പാ ഇതാണ് എനിക്കും ആവശ്യം, ചെയ്ത് എനിക്കും ഈ ട്രെയിനിങ് തായോ എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.